ഹലോ ബാബു സാറേ, ഒരുപാട് നാളായില്ല കണ്ടിട്ട്. വീഡിയോ ഒന്നും ഇടുന്നില്ലേ ഇപ്പൊ പുതിയതായിട്ട്? എന്ത് പറയാനാ പിതാമരേട്ടാ, വീഡിയോ ഒന്നും ക്ലിക്ക് ആവുന്നില്ലേ. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല, ആകെ ദാരിദ്ര്യത്തില്ല. എന്റെ ഗതി പരമഗതി പരമഗതി. ഒരു കച്ചവടമില്ല, വണ്ടിയില്ല. വണ്ടിക്ക് പണി, വണ്ടി പറഞ്ഞാൽ വണ്ടിക്ക് എന്ത് പറ്റിയതാണ്? വണ്ടി പറഞ്ഞാൽ പണിയാ. അതെ, വേറെ കച്ചവടമില്ല, ഒരു കച്ചവടമില്ല. ഓ, വാടക കൊടുക്കാൻ നിവർത്തിയില്ല. എന്ത് ചെയ്യണം? വാടകക്കാരൻ അവിടെ ഒഴിവാൻ പറയും. ആ ഒരു കണ്ടിട്ട് ഓ, എന്ത് ചെയ്യണം? ഒരു നിവർത്തിയില്ല ബാബു സാറേ. ഓ, ഇങ്ങനെ പോയാലും പിതാമരേട്ടനെ എന്റെ കൂടെ കിട്ടാൻ പറ്റുമോ? ഞാനില്ല, എന്ത് വേണേലും ചെയ്യാം. സാറ് പറയുന്ന പോലെ ചെയ്യാം. അപ്പൊ നമുക്ക് ചാറ്റ് വീഡിയോ ചെയ്താലോ? ആഹാ, ആ ചെയ്യാം. അപ്പൊ ഒരു പണി, ആ ഈ മുണ്ടു ഷർട്ടോട് മാറ്റിട്ടേ ആ ഒരു കയ്യിൽ കൊടുത്തിട്ട് വാ, ഒരു അടിപൊളി വീഡിയോ എടുക്കാം. എന്താ ചെയ്യേണ്ടത് സാറേ? ഈ മുണ്ടു ഷർട്ട് മാറ്റിട്ട് വാ, ബാക്കി ഞാൻ പറഞ്ഞുതരാ. ഞാൻ സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്യാം. പക്ഷെ ചതിയില് വഞ്ചന കാണിക്കും. അതൊന്നുമില്ല, അത് ഞാൻ ചെയ്യില്ലല്ലോ. ആ ആ ശരി. ആ പിതാമരേട്ട ഒരു കാര്യം, ഈ പാനു ഷർട്ട് മാറ്റിട്ടേ ഒരു കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് വിടുവാ, ബാക്കി ഞാൻ പറഞ്ഞുതരാ. ചെല്ലുന്നോ? സാറ് ഇരുന്നാണ്ട് സാറേ, ഇരുന്നാണ്ട്. ചായ വേണം? ചായ ഇവിടെ ഉണ്ട്. ചായ ഒന്നും വേണ്ട, പോയിട്ട് വാ, തണുത്തത് വല്ലതും വേണോ? കുറച്ച് കുടിക്കാം. അല്ലേ, ഞാൻ ഷർട്ടും മുണ്ടും മാറ്റിയിട്ട് ആ വരാം. പോയിട്ട് വരും. പൊതുവേ മതിയോ സാറേ? ആ മതി മതി, സൂപ്പറാണ്. ഒരു പാമ്പിടിച്ച ലുക്ക് തോന്നുന്നു. പിന്നെ അടിപൊളിയാണ്. നമ്മൾ വിളിക്കാലോന്നാ, ഒരു പണി ചെയ്യാ, ഈ മൈക്കാട് വയ്ക്കാം. പിന്നെ ഒരു കാര്യം, എനിക്ക് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കണേ. അല്ല, പുറമ്പോക്കാ സാർ. ആ പുറമ്പോക്കാണ് താമസിക്കണേ. പിന്നെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ അമ്മയുടെ കരയണം. ദ്രാവണയുടെ പറ്റുമെങ്കിൽ അറിഞ്ഞാ നമുക്ക് രക്ഷപ്പെടാം, എനിക്ക് രക്ഷപ്പെടാം. ഓക്കെ, തോടിക്കാരെന്നാ പറ്റിക്കരുത്. പറ്റിക്കൂല പറ്റിക്കൂല, വീഡിയോ പറ്റിക്കൂല. ആ പൈസ കിട്ടിയാൽ കരയാനോ ചിരിക്കാനോ എന്തിനും തയ്യാറാ സാർ. ചതിയിൽ വഞ്ചന കാണിക്കരുത്, അതേ ഉള്ളൂ. സാറിന് ഒരു വിശ്വാസമാണ്. സാറിൻ്റെ ചാനൽ എനിക്കറിയാം, നല്ല ചാനൽ, എല്ലാവരും സാറിനെ അറിയാമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അല്ലേ? ആ സാർ, ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിതാമരജന്റെ കടയിലാണ്. പിതാമരജന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് കൊണ്ടാണ്. പുള്ളിക്ക് കുറച്ച് ദാരിദ്ര്യം കഷ്ടപ്പാടുണ്ട്, അത് ഈ ചാനൽ വഴി ഒന്ന് പങ്കുവയ്ക്കണം. പങ്കുവെച്ച് കഴിയുമ്പോ പുള്ളിക്ക് ഒരു വീട് വെക്കണം എന്നൊക്കെയാണ് പുള്ളി പറയണേ. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പൊ പിതാമരജന്റെ എന്താ പറയാനുള്ളേ? പറഞ്ഞോ.
ഓക്കെ. സഹോദരി സഹോദരന്മാരെ, നന്മമന ഈ ബാബു സാറിൻ്റെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾ കഴിവുന്നതിൻ്റെ പരമാവധി എന്നെ സഹായിക്കണം. രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഞാനും എൻ്റെ പെൺകുഞ്ഞുങ്ങളും കൂടെ ഇവിടെ വേലിയേറ്റ് ഇവിടെ ഈ കായലിൻ്റെ പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിക്കുവാണ്. നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ പലപ്പള്ളി വേറിൽ ഒരു ഫ്ലാറ്റ്, പിന്നെ എൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട്. അവളുമാർ നല്ലപോലെ പഠിക്കുന്നവരാ. ഒരുത്തി എനിക്ക് എഞ്ചിനീയർ ആകണം, ഒരുത്തി ഡോക്ടർ ആകണം. കയ്യിലാകെ 10 പൈസ ഇല്ല. നിങ്ങൾ സഹായിക്കണം. ബാബു സാറെ ഒന്ന് പറഞ്ഞിട്ട് സാറ്, ഈ ബാബു സാറിൻ്റെ ഗൂഗിൾ നമ്പറിലും ഗൂഗിൾ പേയിലും ബാങ്ക് അക്കൗണ്ട് നമ്പറിലും നിങ്ങൾ പൈസ അയച്ചു കൊടുക്കണം. എന്നെ സഹായിക്കണം. കൈ വിടരുത്. പറഞ്ഞിട്ട് ബാബു സാറ് എന്നെ സഹായിക്കാൻ പറഞ്ഞു. വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാകെ വേറൊരു നിവൃത്തി ഇല്ല സാറെ. ഞങ്ങൾ ചത്ത് കഴിച്ചിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല സാറെ. ഒന്ന് പറഞ്ഞിട്ട് സാറ് ഞാനെന്തോ ചെയ്യും? ഞാനീ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകും? ഇന്നലെ ഒരു മോളെ കണ്ടാറ് ഉറങ്ങിയിട്ടില്ല. വേലിയേറ്റമായിരുന്നു. സാറ് നോക്കിയാണ്ട് ഞാൻ അവിടെ പറഞ്ഞാൽ കിട്ടിയാണ് താമസിക്കുന്നത്. എന്നെ സഹായിക്കും സാറെ. സാറിൻ്റെ ചാനൽ സാറ് നന്മപരമാണ്. സാറിൻ്റെ ദൈവം സഹായിക്കും. എന്നെ സഹായിക്കും സാറെ. എന്നെ വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തോരം പൈസ വിവരത്തിൽ ലോട്ടറി എടുത്ത് കളയുന്നത്. അതിനൊരു 10 രൂപ 100 രൂപ ഈ സാറിന് അയച്ചു കൊടുക്കും. ആ സാറ് എനിക്ക് എനിക്ക് വീട് മേടിച്ചു തരും. എനിക്ക് ആദ്യം മേടിച്ച് 2 പിള്ളേരെ ഡോക്ടറാക്കും, എഞ്ചിനീയർ ആക്കും. വേറൊരു നിവൃത്തി ഇല്ല. അതുകൊണ്ടാണ്. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ രാമരഞ്ജന്റെ സങ്കടങ്ങള് നിങ്ങളെല്ലാവരും ഞാനായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കഴിയാവുന്ന സഹായങ്ങള് രാമരഞ്ജന് കൊടുക്കുക. എന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിൽ പൈസ ഇടാ എല്ലാവരും. ഓക്കെ അല്ലേ? എന്റെ ചാനലിന്റെ പേര് 6 വിഷൻ. ഒരു 6 വിഷൻ ചാനല്, ഒരു കുറ്റം തെറ്റും പറയാനില്ലാത്ത ചാനല്. ഒന്ന് പോടോ. എന്ത് പോടോന്നാ? എന്റെ ചാനലിനെ കുറിച്ചിട്ട് ഒരു കുറ്റം എനിക്ക് പറയാൻ പറ്റുമോ? ഒന്നോ ഒരു 10 കുറ്റങ്ങൾ ഞാനിങ്ങനെ നിരത്തി വെച്ച് തരാം. എന്താ ഒന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് വീഡിയോ. പ്രിയപ്പെട്ട നടൻ നിര്യാതനായി. സിനിമ ലോകത്തെ കണ്ണീരിലാക്കി നടൻ നമ്മെ വിട്ടുപോയി. പ്രിയ ഒറീസ നടൻ മധുകുമാർ നിര്യാതനായി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധുസാറാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവരും നോക്കും, നിന്റെ പരട്ട ചാനലിന് റീച്ച് കിട്ടും. അത് പിന്നെ അങ്ങനല്ലേ പാപ്പാ, ഞാൻ ചാനൽ റീച്ച് ആക്കാനേ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പീതാംബര ചേട്ടനെ കൊണ്ട് കുഴി ചാടിക്കരുത് കേട്ടാ നിങ്ങള്. ഹലോ ഹലോ ഗൈസ് ഗൈസ്, ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇങ്ങനെ ചാനലിനെ കുറ്റം പറഞ്ഞില്ലേ? ഞാൻ റെക്കോർഡ് ചെയ്ത കാഴ്ച കണ്ടില്ല, അതിങ്ങനെ കാണിച്ചാണ്ടല്ല ലോകം മുഴുവൻ കാണും. അങ്ങനെയെങ്കിലും ഈ പരദൂഷണത്തിലൊന്ന് റീച്ച് ആവട്ടെ. പപ്പ എന്നെ ഉപദ്രവിക്കല്ലേ പപ്പ. ഞാൻ വളരെ പാടുപെട്ടായി സാറ് പറഞ്ഞിട്ട് ഇപ്പം ചാരിറ്റി ചെയ്തത്. കിട്ടുന്നതിൽ ഒരു പങ്ക് പപ്പനും തരാം. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഉപദ്രവിക്കരുത് പ്ലീസ്. ഇയാളെ വിശ്വസിക്കില്ല. സാറ് തരും. നിങ്ങൾ ചീറ്റ് ചെയ്യും. ഇല്ല, തരും തരും. സാറ് തരും. നന്മപരമാണ്, തരും. അത് ഒരു പങ്ക് ഞാൻ പപ്പനും തരാം. വേറെ ആരും പറയരുത്. ഉപദ്രവിക്കരുത്. വേറെ ചുമ്മാ ഒരു കച്ചവടമല്ല. വേറൊരു പണിയില്ലേ? ഞാനെങ്ങനെ ജീവിക്കോട്ടെ? നിന്റെ ചാനൽ ഞാൻ തകർക്കും. ഹലോ ഗൈസ്, നിങ്ങൾ കാണില്ലേ? കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പീതാംബര ചേട്ടാ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോകുവാണ്. ബാബു സാറേ, അവൻ കുഴപ്പമുണ്ടാക്കും. ഈ കരഞ്ഞൊക്കെ വെറുതെ ആവോ? എന്റെ പീതാംബര ചേട്ടാ, ഇതായിട്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ വലിയ പാടുപെട്ടാ കരഞ്ഞത് സാറ് പറഞ്ഞിട്ട്. ഇപ്പൊ അവൻ കുളവാക്കുവോ? അവൻ പരദൂഷണം മാത്രല്ലേ, മൊത്തം പരദൂഷണം പരത്താൻ വേണ്ടി ഇറങ്ങാൻ സാറിനെ വിശ്വസിച്ചിട്ടാണ്. ആ ഞാനേറ്റതേ. ശരി സാറേ. ഓ ഹലോ ഗൈസ്, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട. നമുക്ക് അപ്പൊ അവിടെ കാണാം. എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ശരി, ഞാൻ പോരാ. ശരി സാർ. ഓ
വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. വല്ലാത്ത കരത്തിലാണ് കരഞ്ഞ, വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊക്കെ കാണണോ? കിട്ടിയാ കിട്ടി.